ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? വലിയൊരു ചട്ടിയൊക്കെ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഇച്ചിരി നാരങ്ങാച്ചാർ ഇടാമെന്ന് വെച്ചിട്ടാ. എന്നാന്നറിയോ, നോയമ്പൊക്കെ അല്ലേ, കറികളൊക്കെ അങ്ങോട്ട് കൂട്ടി കൂട്ടി മടുക്കൂല. അപ്പൊ ഇച്ചിരി അച്ചാറൊക്കെ കൂട്ടിയ ഒരു രസമല്ലേ. എപ്പോഴും സ്ഥിരം ഉണ്ടാവുന്നായിരുന്നു, ഇപ്പൊ തീർന്നു പോയത് കൊണ്ട് പിന്നെ ഇച്ചിരി അങ്ങ് ഇട്ടേക്കാന്ന് വെച്ചു. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, ഭയോ. ഞാനിപ്പോ ഒരു 2-2.5 കിലോ നാരങ്ങ എടുത്തിട്ടുള്ളേ. അതിനകത്തുനിന്ന് 2-3 വെള്ളത്തിനൊക്കെ പിഴിയാനൊക്കെ എടുത്തു. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങളാണ്: നാരങ്ങ പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 200 ഗ്രാം ചെറിയുള്ളി, 2 കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി. പിന്നെ വേണ്ടുന്നത് കറിവേപ്പില. 1/2 കിലോ ഡേറ്റ്സ് ആണ്. പാകത്തിന് മുളക് പൊടി, ഉലുവ, നല്ലെണ്ണ, വിനാഗിരി, മഞ്ഞൾപ്പൊടി, കായം, കുറച്ച് ശർക്കര പാനി, കറിവേപ്പില. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയോ, ഇപ്പൊ എല്ലാവരും നല്ലെണ്ണയൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ചിലവരിപ്പം വെജിറ്റബിൾ ഓയിലൊക്കെ അച്ചാറിടും. പിന്നെ വെളിച്ചെണ്ണ വേണ്ട, ബാക്കിയുള്ള എല്ലാ ഇതിലും നമ്മളിപ്പോ ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കൊടുത്തു വിടാനും കുറേ കാലം സൂക്ഷിക്കാനൊക്കെയാണ് നമ്മളിപ്പം നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയും നിങ്ങളുടെ പാകത്തിന് വേണം. അച്ചാറിനാവുമ്പോൾ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ വേണം. ഞാനിപ്പോൾ എന്തായാലും ഇത്ര എണ്ണ എടുത്തു, 1 കപ്പ് എണ്ണ എടുത്തു. അതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊടി ഇടുന്നവരും ഉണ്ട്, എന്താണേലും കുഴപ്പമില്ല. ഞാനിങ്ങനെയാണ് സാധാരണ ചെയ്യാറ് കേട്ടോ. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നപ്പം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടാം. നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും അല്ലേ, നാരങ്ങാച്ചാറിനകത്ത് എന്താണ് ചെറിയുള്ളി ഇടുന്നതൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റാ. ഉണ്ടാക്കി നോക്കിക്കോട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. എല്ലാവരും ഇടുന്നതാണ് നാരങ്ങാച്ചാർ, പക്ഷെ ഞാൻ ഇടുമ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് ഇങ്ങനെ ചെറിയുള്ളി ഒന്നും നിങ്ങളാരും ഇടാറില്ലായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒന്ന് ഇട്ട് ഉണ്ടാക്കി നോക്കിക്കേ, നല്ല ടേസ്റ്റാ. ഇപ്പൊ ഈ നാരങ്ങാച്ചാർ ചിലവർക്കൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയായിരിക്കും. കയ്പ, അല്ലെങ്കിൽ എന്താ പറയാ, ആ നാരങ്ങയുടെ ഒരു ഒരു ചവർപ്പ് ചൊവയോ അല്ലെങ്കിൽ ആ ഇതൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇട്ട് നോക്കിക്കേ, കുഞ്ഞുങ്ങൾ വരെയും ഇടുമ്പം മുതൽ നമുക്ക് കഴിച്ചു തുടങ്ങാം. ഇത് എന്താ പറയാ, ഇട്ട് സൂക്ഷിക്കുകയൊന്നും വേണ്ട, അപ്പം ഉപയോഗിക്കുമ്പോൾ മുതലേ കഴിച്ചു തുടങ്ങാവേ. ഏതൊരു അച്ചാറാണെങ്കിലും ഇട്ട് ഒരാഴ്ചയൊക്കെ നമ്മൾ വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷെ ഇതിനങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണേലും കൂട്ടാം. അപ്പൊ ആ ഒരു കുത്തലും ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് ആയിക്കോളും. ഈ ഇഞ്ചിയൊക്കെ ആവുന്ന കൂട്ടത്തിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആകും. ഇത് കേടാവത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇതും കൂടെ ഈ കൂട്ടത്തിൽ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ. കണ്ടോ, നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചുമന്ന് വരുന്നുണ്ട്. ഈ സമയത്താണ് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ നേരത്തെ തന്നെ കഴുകി എടുത്തു വെച്ചേക്കണം കേട്ടോ. ഇനി തീയൊക്കെ അങ്ങ് കുറച്ച് വെക്കണേ. തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഇതിനൊരു 1.5 സ്പൂൺ ഇട്ട് കേട്ടോ. ഇനിയും മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കണേ. ഇത് അധികം എരിവ് ഉണ്ടാവില്ല, കളറേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇല്ലേ, കുരുവൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കിലോ നമ്മുടെ കാരക്കയാണ്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഈ മസാലയുമായിട്ടൊന്ന് സെറ്റാവണം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പൊക്കെ പാകം നോക്കിയിട്ട് ഇടണം കേട്ടോ. ഇത് മതിയാവും. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഉപ്പിട്ട് പുഴുങ്ങിയ നാരങ്ങയാണ്, അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്ത്
നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നല്ല ചൂട് വെള്ളമാണ്, 1 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം കൊണ്ടല്ലേ നമ്മുടെ ഈ ഡേറ്റ്സ് ഒക്കെ ഇല്ലേ അതിനകത്തൊന്ന് വേകുകയും ചെയ്യും കേട്ടോ. അല്ലേ അതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് ഡേറ്റ്സ് ഒന്നും ഇങ്ങനെ കഷ്ണം പോലെയൊന്നും വേണ്ട, അതൊക്കെ ഇച്ചിരി ഒന്ന് അലിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുതേ, നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. മസാലയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നാരങ്ങ പെറുക്കിയിടുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇടാവേ. ഇനി നമ്മൾ ലാസ്റ്റ് ഇതിനകത്ത് ഇടുന്നത് എന്താണെന്നറിയോ? ഇതാ കായപ്പൊടി. കായപ്പൊടി അങ്ങോട്ട് ഇട്ടു. അത് ഞാനൊരു 2 സ്പൂൺ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. ലാസ്റ്റ് നമ്മൾ ചേർക്കുന്ന ശർക്കരപ്പാനി. ഞാൻ ദാ ഇങ്ങനെ ശർക്കരപ്പാനി ഉരുക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുവേ. നമുക്ക് ആവശ്യമുള്ളപ്പം ഒഴിക്കാമല്ലോ. കണ്ടോ, കുറച്ച് ശർക്കരപ്പാനിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി ഒരു നാരങ്ങയും ഡേറ്റ്സും കൂടെയുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കുന്നതാണെങ്കിൽ ഓക്കെ, ഇല്ല എങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. അതാ ഇതിപ്പം മുതലേ കൂട്ടി തുടങ്ങാം. ഇത് ഇനിയിപ്പം ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ല ചില്ല് ഭരണിയിൽ ഇട്ട് വെക്കുക. ഇത്രയും നമ്മൾ ഒന്നിച്ച് കൂട്ടുമല്ലോ, എടുത്ത് വെക്കുക. കുറച്ച് നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് ഡെയിലി എടുക്കാനുള്ളത് എടുത്ത് വെക്കുക. എന്നിട്ട് കുറേശ്ശെ ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുത്ത് നല്ല വൃത്തിക്ക് നോക്കിയാൽ ഫ്രിഡ്ജിൽ വെക്കുകയേ വേണ്ട. എന്ന് പറഞ്ഞാൽ ജലാംശം പറ്റിക്കാതെ നമ്മൾ എല്ലാം വൃത്തിയായിട്ട് നോക്കുവാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയേ ചെയ്യരുത്. ഇത് പുറത്ത് തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ ഒരു അച്ചാറും ഫ്രിഡ്ജിൽ വെക്കാറില്ല. അപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വിനാഗിരിയൊക്കെ തിളപ്പിച്ചത്. അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതാ നോക്കിയേ, ഇപ്പം മുതലേ നമുക്ക് കൂട്ടി തുടങ്ങാം. ഇത് വെച്ചോണ്ടിരിക്കുകയേ വേണ്ട, അത്രയും ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.